ദേശീയ സാംസ്കാരികോത്സവമായ ദൃശ്യം 2013 ഭാഗമായി അരിക്കുളം കാളിയത്തുമുക്കിൽ അവതരിപ്പിച്ച പടയണി ശ്രദ്ധേയമായി. മധ്യ തിരുവിതാംകൂറിലെ ദേവീക്ഷേത്രങ്ങളിൽ മാത്രം നടത്തിവരാറുള്ള പാരമ്പര്യ കലാരൂപമായ പടയണി മലബാറിൽ വളരെ അപൂർവമായി മാത്രമേ കെട്ടാറുള്ളൂ. പുരാണത്തിലെ ദാരുകാസുര വധത്തിന് ശേഷം കോപിഷ്ഠയായി വരുന്ന ദേവിയുടെ രൂക്ഷഭാവം ഒഴിവാക്കാനായി വിവിധ കോലങ്ങൾ വരച്ചിട്ടുള്ള മുഖംമൂടികൾ രംഗത്ത് വരുന്നുവെന്നതാണ് ഐതിഹ്യം. പ്രകൃതിയിൽ നിന്നുള്ള വസ്തുക്കൾ ഉപയോഗിച്ചാണ് ഈ കലാരൂപം അരങ്ങിലെത്തുക. പച്ചപ്പാള ഈർക്കിൽ കൊണ്ട് നെയ്തെടുക്കുകയും കമുങ്ങിന്റെ അലകൾ വാഴനാര് കൊണ്ട് കെട്ടിയും കുരുത്തോല തൂക്കിയുമാണ് വിവിധ രൂപങ്ങൾ ഉണ്ടാക്കുന്നത്. പച്ച, വെള്ള, കറുപ്പ്, മഞ്ഞ, ചുവപ്പ് എന്നീ നിറങ്ങൾ ഉപയോഗിച്ചാണ് കോലങ്ങൾ നിർമ്മിക്കുന്നത്. പച്ച, വെള്ള നിറത്തിന് പാള തന്നെ ഉപയോഗിക്കുന്നു. കറുപ്പിന് ചിരട്ടക്കരിയും മഞ്ഞ നിറത്തിന് മഞ്ഞൾപ്പൊടിയും ചുവപ്പിന് ചെങ്കല്ലിന്റെ പൊടിയും ഉപയോഗിക്കുന്നു. തപ്പ്, ഇലത്താളം എന്നിവയാണ് വാദ്യത്തിനായി ഉപയോഗിക്കുന്നത്. വിവിധ വേഷങ്ങൾ സാധാരണ രംഗത്ത് വരാറുണ്ട്. 2 യക്ഷിക്കോലവും 1 കാലൻകോലവുമാണ്, 1 ഭൈരവിക്കോലവുമാണ് സ്റ്റേജിൽ എത്തിയത്. മധ്യ തിരുവിതാംകൂറിൽ കൊയ്ത്ത് കഴിഞ്ഞതിന് ശേഷം അടുത്ത വിത്ത് വിതയ്ക്കുന്നതിന് മുമ്പാണ് പടയണി കെട്ടാറ്. കാളിയത്തുമുക്കിലും കൊയ്ത്ത് കഴിഞ്ഞ പാടത്താണ് പടയണി അരങ്ങേറിയത്. കേരള ഫോക്ലോർ അക്കാദമിയുടെ സഹകരണത്തോടെ സുരേഷ് കുമാർ ചെങ്ങന്നൂരും സംഘവുമാണ് പടയണി അവതരിപ്പിച്ചത്. രമേശൻ, അഭിജിത്ത്, പ്രബീഷ്, അഭിലാഷ്, മഹേഷ്, പ്രബീഷ്, ഗോപൻ, മധു എന്നിവർ രംഗത്തും അണിയറയിലുമായി പ്രവർത്തിച്ചു.